പ്രണയികൾക്കായി ഒരു ദിനം, വാലന്റൈൻസ് ഡേ. ഫെബ്രുവരി 14 അങ്ങനെയാണ് ലോകം വിശേഷിപ്പിക്കുന്നത്. അതിനു മുമ്പോ അതിനുശേഷമോ പ്രണയമില്ലെന്ന് തോന്നത്തക്ക വിധത്തിലാണ് അന്നേ ദിവസം പ്രണയത്തിന്റെ പേരിലുള്ള കാട്ടിക്കൂട്ടലുകൾ നടക്കുന്നത്. മുമ്പ് എന്നത്തേക്കാളും കൂടുതലായി വാലന്റൈൻസ് ഡേ എന്ന് ആഘോഷിക്കപ്പെടുന്നുണ്ട്. എന്നാൽ ഈ ആഘോഷങ്ങൾക്കപ്പുറം വാലന്റൈൻ എന്ന വ്യക്തിയും അദ്ദേഹം ഉയർത്തിപ്പിടിച്ച മൂല്യങ്ങളും വിസ്മരിക്കപ്പെട്ടു പോകുന്നു. ആരായിരുന്നു വാലന്റൈൻ? എന്തായിരുന്നു അദ്ദേഹം അവതരിപ്പിച്ച പ്രണയസങ്കല്പം? നോക്കാം. ക്ലൗഡിയസ് ചക്രവർത്തിയുടെ ഭരണത്തിന് കീഴിൽ ക്രൈസ്തവർക്കെതിരെ മതപീഡനങ്ങൾ നടന്നുകൊണ്ടിരുന്ന കാലത്തായിരുന്നു റോമൻ പുരോഹിതനായിരുന്ന വിശുദ്ധ വാലന്റൈൻ ജീവിച്ചിരുന്നത്. ആ കാലത്ത് ക്ലൗഡിയസ് ചക്രവർത്തി വളരെ വിചിത്രമായ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചു. ചെറുപ്പക്കാർ ആരും വിവാഹിതരാകാൻ പാടില്ല. സൈന്യത്തിൽ ചേർക്കപ്പെടുന്ന യുവാക്കൾ അവിവാഹിതരായിരിക്കുന്നത് ആത്മാർത്ഥതയോടെയും മുൻപിൻ നോക്കാതെയും രാജ്യത്തെ സേവിക്കാൻ കൂടുതൽ സഹായകരമായിരിക്കും എന്നൊരു അബദ്ധധാരണയായിരുന്നു ചക്രവർത്തിയെ ഇതിന് പ്രേരിപ്പിച്ചത്. കുടുംബസ്ഥന്മാർക്ക് കൂടുതൽ സമയവും കുടുംബകാര്യങ്ങളിൽ ശ്രദ്ധ പതിപ്പിക്കേണ്ടി വരുമല്ലോ. അപ്പോൾ സൈനിക കാര്യങ്ങളിൽ വേണ്ടതുപോലെ ശോഭിക്കാനാവില്ല എന്നായിരുന്നു ചക്രവർത്തി വിശ്വസിച്ചിരുന്നത്. അങ്ങനെയൊരു സാഹചര്യത്തിൽ ആ ദേശത്തെ വിവാഹങ്ങൾ പൂർണ്ണമായും നിരോധിക്കപ്പെട്ടു. ബഹുഭാര്യാത്വം വ്യാപകമായിരുന്ന ഒരു സംസ്കാരം കൂടി അവിടെയുണ്ടായിരുന്നു എന്നും പറയേണ്ടതുണ്ട്. എന്നാൽ ഈ അനാചാരത്തിനെതിരെ അന്നും കത്തോലിക്ക സഭ ശക്തമായ നിലപാടാണ് പുലർത്തിയിരുന്നത്. കുടുംബജീവിതത്തിന്റെ പവിത്രതയും പരിശുദ്ധിയും കാത്തുസൂക്ഷിക്കാനായിരുന്നു സഭ ആഹ്വാനം ചെയ്തിരുന്നത്. ഇങ്ങനെ രണ്ടു രീതിയിലുള്ള ധാർമ്മിക അപജയം സമൂഹത്തിൽ വേരോടിക്കൊണ്ടിരുന്ന അവസരത്തിൽ കുടുംബമൂല്യങ്ങൾക്കും ധാർമ്മികതയ്ക്കും വേണ്ടി ധീരതയോടെ വിശുദ്ധ വാലന്റൈൻ നിലകൊണ്ടു. വിവാഹിതരാകാൻ ആഗ്രഹിക്കുന്ന ചെറുപ്പക്കാരുടെ വിവാഹം അദ്ദേഹം രഹസ്യമായി നടത്തിക്കൊടുത്തു. എന്നാൽ ഇക്കാര്യം ചക്രവർത്തി അറിയുകയും അദ്ദേഹം വിശുദ്ധ വാലന്റൈനെ പിടികൂടി മർദ്ദിച്ച് ജയിലിൽ അടയ്ക്കുകയും ചെയ്തു. അക്കാലത്ത് റോമൻ കോടതിയിലെ ഒരു ന്യായാധിപനായിരുന്നു ആസ്റ്റീരിയസ്. അദ്ദേഹത്തിന്റെ മകൾ അന്ധയായിരുന്നു. ജയിലിൽ കഴിയുകയായിരുന്ന വിശുദ്ധ വാലന്റൈൻ അവൾക്ക് വേണ്ടി മാധ്യസ്ഥം യാചിച്ച് പ്രാർത്ഥിച്ചതിനെ തുടർന്ന് ആ പെൺകുട്ടിക്ക് കാഴ്ചശക്തി ലഭിച്ചു. ഈ അത്ഭുതം ആസ്റ്റീരിയസിനെ ഒരു ക്രൈസ്തവ വിശ്വാസിയാക്കി മാറ്റി. പക്ഷേ അതൊന്നും അദ്ദേഹത്തിന്റെ വധശിക്ഷയ്ക്ക് ഒഴിവ് നൽകിയില്ല. മർദ്ദനം, കല്ലെറിയൽ, ഒടുവിൽ ശിരച്ഛേദം, ഈ വിധമായിരുന്നു ശിക്ഷ വിധിക്കപ്പെട്ടത്. AD 269 വാലന്റൈന്റെ വധശിക്ഷ നടപ്പിലാക്കിയത്. അവസാനമായി വിശുദ്ധ വാലന്റൈൻ കത്തെഴുതിയത് ആസ്റ്റീരിയസിന്റെ മകൾക്കായിരുന്നു. അതിൽ അദ്ദേഹം എഴുതിയ വരി ഇങ്ങനെയായിരുന്നു: എന്ന് നിന്റെ വാലന്റൈൻ. ഈ അവസാന വരി പിന്നീടുണ്ടായ വാലന്റൈൻസ് ഡേ ആഘോഷങ്ങളുടെയെല്ലാം തുടക്കമായി മാറുകയായിരുന്നു. വാലന്റൈന്റെ ആത്മത്യാഗം അനേകരിലേക്ക് എത്തി. അവർ അദ്ദേഹത്തെ സ്നേഹത്തിന്റെ മധ്യസ്ഥനായി പ്രതിഷ്ഠിച്ചു. വാലന്റൈന്റെ തിരുശേഷിപ്പ് വൈറ്റ് ഫ്രയേഴ്സ് സ്ട്രീറ്റ് ചർച്ചിലുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു. AD 469 പോപ്പ് ഗലേസിയസ് വിശുദ്ധന്റെ ഓർമ്മദിനമായി ഫെബ്രുവരി 14 പ്രഖ്യാപിച്ചു. വിവാഹ ജീവിതത്തിന്റെ പവിത്രത ഉയർത്തിപ്പിടിച്ച ദാമ്പത്യ വിശുദ്ധിയെ എല്ലാത്തിനും മീതിയായി പ്രതിഷ്ഠിച്ച വ്യക്തിയായിരുന്നു വിശുദ്ധ വാലന്റൈൻ. അരാജകത്വത്തിലേക്കും അധാർമികതയിലേക്കും പോയിക്കൊണ്ടിരുന്ന ഒരു സമൂഹത്തെ ധാർമ്മികതയിലേക്കും കുടുംബ മൂല്യങ്ങളിലേക്കും തിരികെ കൊണ്ടുവരാൻ ശ്രമിച്ചതിന്റെ പേരിലാണ് വിശുദ്ധന് ജീവൻ നഷ്ടമായത്. വിശുദ്ധ വാലന്റൈൻ വർത്തമാനകാല സമൂഹത്തിൽ കൂടുതൽ പ്രസിദ്ധനായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അന്ന് വിവാഹ ജീവിതം നയിക്കാൻ ആഗ്രഹിച്ചിട്ടും അതിന് സാധിക്കാതെ പോയ ചെറുപ്പക്കാരാണ് ഉണ്ടായിരുന്നതെങ്കിൽ ഇന്ന് സ്വന്തം ഇഷ്ടമനുസരിച്ച് ലിവിംഗ് ടുഗദർ പോലെയുള്ള സമ്പ്രദായങ്ങളിൽ ഏർപ്പെട്ട് പരിശുദ്ധ ബൈബിൾ പഠിപ്പിക്കുന്ന വിവാഹ സങ്കല്പങ്ങളെ കാറ്റിൽ പറത്തുന്നവർ ഒരു വശത്തും സുവർഗ വിവാഹം പോലെയുള്ള ബന്ധങ്ങളിൽ അഭിരമിച്ചു കഴിയുന്ന ചെറുപ്പക്കാർ മറുവശത്തുമായി നമ്മുടെ സമൂഹം തന്നെ രണ്ടായി ഛേദിക്കപ്പെട്ടു കഴിയുന്ന അവസ്ഥയാണ് ഇന്നുള്ളത്. പല രാജ്യങ്ങളിലും സുവർഗ വിവാഹം നിയമവിധേയമായി കഴിഞ്ഞു. 2001 നെതർലാൻഡ് മുതൽ 2025 തായ്ലാന്റ് വരെ ലോകരാജ്യങ്ങളിൽ 38 രാജ്യങ്ങളിൽ ഇന്ന് സുവർഗ വിവാഹം നിയമവിധേയമാണ്. അടുത്ത രക്തബന്ധത്തിൽപ്പെട്ടവർ തമ്മിലുള്ള ലൈംഗിക ബന്ധങ്ങളും അഗമ്യഗമനങ്ങളും തെറ്റല്ലെന്ന പുതിയ വിധി പ്രസ്താവങ്ങൾ കൊണ്ട് ഭരണകൂടങ്ങൾ നമ്മെ ഞെട്ടിച്ചിരിക്കുകയാണ്. എന്തിന് മൃഗങ്ങളുമായി പോലും ലൈംഗിക ബന്ധങ്ങൾ പുലർത്തുന്ന അവസ്ഥയിലേക്ക് സമൂഹം കൂപ്പുകുത്തിയിരിക്കുന്നു. ആർക്കും എവിടെ വെച്ചും ആരോടൊപ്പവും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാമെന്ന തരത്തിലേക്ക് ലൈംഗികതയുടെ അധാർമിക ലോകം തുറക്കപ്പെട്ടിരിക്കുന്നു. പല രാജ്യങ്ങളും പലതരത്തിലുള്ള ലൈംഗിക അരാജകത്വങ്ങളെ അനുവദിച്ചുകൊണ്ടുള്ള പ്രഖ്യാപനങ്ങൾ ഇതിനകം നടത്തി കഴിഞ്ഞിട്ടുണ്ട്. സ്ത്രീയും പുരുഷനും സ്നേഹത്തിൽ ബന്ധിതരായി തിരുവചനാധിഷ്ഠിതമായ കുടുംബജീവിതം നയിക്കുകയും ദൈവഗത പ്രകാരം കുഞ്ഞുങ്ങളെ വളർത്തുകയും ചെയ്യുന്ന ദൈവേഷ്ടപ്രകാരമുള്ള ഒരു കുടുംബ വ്യവസ്ഥിതി ഈ ലോകത്തിൽ പുലർന്നു കാണുവാനാണ് വിശുദ്ധ വാലന്റൈൻ ആഗ്രഹിച്ചത്. അല്ലാതെ പ്രണയത്തിന്റെ പേരിൽ കോപ്രായങ്ങൾ കാട്ടിക്കൂട്ടുവാനല്ല. ക്രൈസ്തവരുടെ ജനനനിരക്ക് കുറയ്ക്കുക എന്ന കുതന്ത്രത്തിനെതിരായി കൂടിയാണ് വിശുദ്ധ വാലന്റൈൻ എന്ന ഇടയശ്രേഷ്ഠൻ രക്തം ചിന്തി പോരാടിയത്.
അദ്ദേഹത്തിന്റെ പേരിലുള്ള ഓർമ്മ ദിനത്തിൽ ഇന്ന് ക്രൈസ്തവർ പോലും അന്യമതത്തിൽപ്പെട്ടവരുമായുള്ള ഡേറ്റിംഗിനും പ്രപ്പോസലിനും ഒക്കെയായി തിരഞ്ഞെടുക്കുന്ന അവസ്ഥാവിശേഷങ്ങൾ എത്രയോ വേദനാജനകം ആയിരിക്കും. ഇന്ന് ലോകം മുഴുവൻ വാലന്റൈൻസ് ഡേ ആഘോഷിക്കുമ്പോൾ കേവലം പ്രണയവും സ്നേഹവും കച്ചവടവൽക്കരിക്കപ്പെടുമ്പോൾ നമുക്ക് കുടുംബമൂല്യങ്ങളെ വീണ്ടെടുക്കാം, ദാമ്പത്യത്തിലെ പ്രണയത്തെ വീണ്ടെടുക്കാം, സ്നേഹം നിർമ്മലമാക്കാം. എല്ലാത്തിലുമുപരി വിശുദ്ധരെ പോലെ കർത്താവുമായുള്ള പ്രണയത്തിലേക്കും ആദ്യ സ്നേഹത്തിലേക്കും മടങ്ങാം. യേശുവിനെ ചങ്കായി സ്നേഹിക്കാം. ആ സ്നേഹവലയത്തിൽ ആനന്ദവും വിശ്രമവും നുകരാം. ലൗകിക സ്നേഹത്തിന്റെ പരിമിതികൾ തിരിച്ചറിയാം. പ്രണയക്കെണികൾ ചെറുക്കാം. സ്വാതന്ത്ര്യത്തിന്റെ പേരും പറഞ്ഞുള്ള എടുത്തുചാട്ടങ്ങൾക്കെതിരെ ജാഗരൂകരാകാം. അതിന് വിശുദ്ധ വാലന്റൈനോട് നമുക്ക് മാധ്യസ്ഥം യാചിക്കാം. എന്താണോ വിശുദ്ധ വാലന്റൈൻ അർത്ഥമാക്കിയത് അതൊഴിച്ചു നിർത്തിയുള്ള വാലന്റൈൻ ഡേ ആഘോഷങ്ങളിലാണ് നാം മുഴുകുന്നത് എങ്കിൽ നമ്മുടെ വാലന്റൈൻസ് ഡേ ആഘോഷങ്ങൾ കൊണ്ട് യാതൊരു അർത്ഥവുമില്ലെന്ന് മറന്നു പോകരുത്.